Hi friends, welcome to Chikkoos Nest. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ഷവർമ സാൻഡ്വിച്ചിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം തീരെ സമയമില്ലെങ്കിൽ ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി. ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല, കുറച്ച് ഓയിൽ മാത്രം മതി. ഇനി ഒന്ന് ചൂടായി വരട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് 1 മിനിറ്റ് കഴിഞ്ഞൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കണ്ട. ഇനി നമുക്കിത് തുറന്നു വെച്ച് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഞാൻ ഫ്ലെയിം ഇച്ചിരിയും കൂടി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസസ് ആയിട്ടല്ലേ അരിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇത് കുക്കാവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു ചെറിയ സവാളയും ഒരു ചെറിയ ക്യാപ്സിക്കവും ആണ് എടുത്തേക്കുന്നത്. അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് വഴണ്ടൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഷവർമ സാൻഡ്വിച്ചിന് വേണ്ടിയുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ സെയിം പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഈ പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു ഇച്ചിരി ഓയിൽ മാത്രം മതി. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുബൂസ് ആണ് എടുത്തേക്കുന്നത്. ഇനി അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് അല്ലെങ്കിൽ ചില്ലി ഗാർലിക് സോസ് ആയാലും ഉപയോഗിച്ചാൽ മതി. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം.
ചിക്കൻ വെക്കുമ്പോൾ ഒരുപാട് സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കണ്ട. ഞാനിവിടെ 2 സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള മസാലയാണ് തയ്യാറാക്കിയിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ചിക്കൻ കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ചില്ലി മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ചില്ലി മയണൈസ് ഇല്ലെങ്കിൽ സാധാ മയണൈസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് മറ്റൊരു കുബൂസ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. മയണൈസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി സ്പ്രെഡ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷനാണ്. ഇതൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇടാനായിട്ട്. ഇനി ഈ ചീസ് നന്നായിട്ട് അലിഞ്ഞു വരുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്യാം. ഫ്ലെയിം കൂട്ടി വെക്കുകയോ ചെയ്യരുത്. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഈ പാത്രം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.